ഹലോ ഹായ് നമസ്കാരം. ദ ഫൗണ്ടേഴ്സ് ഡെബ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൗണ്ടേഴ്സ് ഡെബ്യൂ എന്ന് പറയുന്നത് ഒരുപാട് ഫൗണ്ടേഴ്സിന് അവരുടെ ലൈഫിൽ ആഗ്രഹിച്ച് തുടങ്ങുന്ന ബിസിനസ്സിൽ പലപ്പോഴും എവിടെയൊക്കെയോ അവർ സ്റ്റക്കായി പോകാറുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല അവരുടെ പ്രോബ്ലമാണോ, പ്രോസസ്സിൻ്റെ പ്രോബ്ലമാണോ, ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ടാണോ, മാർക്കറ്റിങ്ങിൻ്റെ പ്രോബ്ലമാണോ, ബ്രാൻഡിങ്ങിൻ്റെ പ്രോബ്ലമാണോ, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ തന്നെ പ്രോബ്ലമാണോ എന്ന് അവർക്ക് കൃത്യമായി അനലൈസ് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സുകാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ദ ഫൗണ്ടേഴ്സ് ഡെബ്യൂ. സോ നമ്മളോടൊപ്പം ഇന്നുള്ളത് മിജോ ജാക്സൺ, അതിനോടൊപ്പം തന്നെ അജു കെ മാത്യു ആണ്. എല്ലാവർക്കും സ്വാഗതം. സോ അജുഭായിക്ക് കഴിഞ്ഞ 13 വർഷമായിട്ട് സ്റ്റഡി അബ്രോഡ് രംഗത്ത് തന്നെ യു ഹാവ് എക്സ്പീരിയൻസ്. അതിനു മുമ്പ് മറ്റു മേഖലകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് മേക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യണം, അതെങ്ങനെ റൺ ചെയ്യണം എന്നുള്ളത്. മിജോയ്ക്കാണ് എങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് മാർക്കറ്റിംഗ് രംഗത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് സോഷ്യൽ മീഡിയ പ്ലസ് എനിക്കുള്ളത് സെയിൽസ്. എങ്ങനെയാണ് ഒരു ബ്രാൻഡിന് കൃത്യമായ സെയിൽസിന് പ്രോസസ്സ് ഉണ്ടാക്കേണ്ടത്, സിസ്റ്റം ഉണ്ടാക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ഫൗണ്ട് ചെയ്ത്, ബ്രാൻഡ് ചെയ്ത്, മാർക്കറ്റ് ചെയ്ത്, സെയിൽസ്. കാരണം ഇതെല്ലാം കൃത്യമായ ഒരു പൈപ്പ് ലൈനിലൂടെ കടന്നു പോയാൽ മാത്രമേ ഒരു ബ്രാൻഡ് ഓണറിന് പൈസ അല്ലെങ്കിൽ ഇൻകം കൃത്യമായി ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട്. എങ്ങനെ ഒരു ബ്രാൻഡ് വളരണം, എങ്ങനെ ഒരു ബ്രാൻഡ് പ്രോസസ്സിലൂടെ കടന്നു പോകണം, എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെയിൽസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള ഉത്തരമാവണം നമ്മുടെ ഈ ഒരു ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ജാക്സൺ ആൻഡ് മെജോ. നല്ലൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് മാത്രമല്ല, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫൗണ്ടേഴ്സിന് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മുടെ ഈ ഷോ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം മാറട്ടെ. നമ്മൾ ജാക്സൺ പറഞ്ഞ പോലെ വിവിധ മേഖലയിൽ നിന്ന് വന്ന ഒരു 3 നേതൃത്വം കൊടുത്ത് സക്സസ് ആയിട്ടുള്ള 3 ഫൗണ്ടേഴ്സ് കൂടെയാണ് നമ്മൾ 3 പേരും. അപ്പോൾ നമ്മുടെ ഈ എക്സ്പീരിയൻസ് നമ്മളെ കാണുന്ന പ്രേക്ഷകർ, ഫൗണ്ടേഴ്സിനൊക്കെ വളരെ പ്രയോജനം ചെയ്യട്ടെ. ആദ്യം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ തന്നെ നമുക്ക് കടന്നു പോവാം. അതിനുശേഷം നമ്മുടെ ഓരോരുത്തരെയും എക്സ്പീരിയൻസ് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി കനേഡിയൻ എമിഗ്രേഷൻ, സ്റ്റഡി അബ്രോഡ്, റിക്രൂട്ട്മെൻറ്റ്, ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഫൗണ്ട് ചെയ്ത്, അതിനെ കൺസൾട്ട് ചെയ്ത്, അതിനെ സക്സസ് ആക്കി എന്ന ഒരു ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ ഈ ഷോയിൽ വരുന്നത്. അപ്പം വളരെ സന്തോഷം നമ്മളെ ഈ ഷോയിൽ ഇൻവൈറ്റ് ചെയ്യുകയും ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ ഓഡിയൻസിന് വേണ്ടി സെറ്റ് ചെയ്യുന്നു, ഫൗണ്ടേഴ്സിന് വേണ്ടി സെറ്റ് ചെയ്യുന്നു. നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായി മാറുന്നു, പുതിയ ഫൗണ്ടേഴ്സിനെ നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ കേരളത്തിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ വളരട്ടെ. ഏത് ബിസിനസ് ആണെങ്കിലും, ഞാൻ സ്റ്റഡി അബ്രോഡ്, ഇമിഗ്രേഷൻ മാത്രമല്ല, എല്ലാ ബിസിനസ്സുകാർക്കും നമുക്ക് അവസരം നൽകാം, നമ്മുടെ അനുഭവങ്ങൾ അവർക്ക് പങ്കുവെക്കാം ഈ ഷോയിലൂടെ. തീർച്ചയായും. അപ്പം ജാക്സൺ, എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? എൻ്റെ ഒരു അനുഭവങ്ങളിലൂടെയാണോ അതോ മെജോയുടെ ഒരു കാര്യങ്ങളിലൂടെയാണോ നമ്മളിത് തുടങ്ങേണ്ടത്? അപ്പോൾ അജുവായി പറഞ്ഞതുപോലെ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എടെക്, അതേപോലെ തന്നെ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ മൈഗ്രേഷൻ കമ്പനികൾ ആവേശത്തിൽ തുടങ്ങും. അതെ. പക്ഷേ ഇവർക്കത് നടത്താൻ പറ്റാറില്ല. ചിലപ്പോൾ അത് സെയിൽസ് ടീമിൻ്റെ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ പല പ്രോബ്ലം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ റിയാലിറ്റി SOPയിൽ ഒരു സ്ട്രക്ചർ ഇല്ല. ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം. പലർക്കും, പല കമ്പനികളും ഞങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങൾ സെയിൽസിന് SOP ആണെന്ന് പറഞ്ഞാൽ സെയിൽസിന് SOP ഉണ്ടോ, സെയിൽസിന് ഓഡിറ്റ് ഉണ്ടോ, ഇതൊക്കെ എന്താ എന്ന് ഒരുമാതിരി വല്ലാതാണ് അവരിയ്ക്കുന്നത്. അതായത് മിജോയ്ക്ക് പലപ്പോഴും മിജോ സംസാരിക്കുന്ന നമ്മൾ, കാരണം ഇനിഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്ന മിജോയാണ്. നമുക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് മിജോ വണ്ടടിക്കും, നിങ്ങൾക്കിതറിയില്ലേ? കാരണം 5-10 കോടി മുടക്കി ഈ കമ്പനി തുടങ്ങിയിട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരാളുടെ അവസ്ഥ. കാരണം നമ്മുടെ എക്കോണമി ഓടുന്ന തന്നെ ബിസിനസ്സുകാരെ കൊണ്ടാണ്. ബിസിനസ്സുകാരില്ലെങ്കിൽ പറ്റത്തില്ല. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കാണുന്നത് ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും ഓഫീസ്, ഇൻഫ്രാസ്ട്രക്ചർ, കമ്പ്യൂട്ടർ, ബോർഡ്, ഇന്റീരിയറിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് സെയിൽസ് സ്റ്റാഫിനെ ഇരുത്തും, ഒരു ഇനിഷ്യൽ പിച്ച് കിട്ടും ഇനീഷ്യലി. പക്ഷേ മാർക്കറ്റിങ്ങിന്റെ സെഗ്മെന്റ് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർ തന്നെ എന്തെങ്കിലും ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യും, അതല്ലെങ്കിൽ ക്യാൻവയിലോ ഏതെങ്കിലുമൊക്കെ ആപ്പിലിട്ട് കുറച്ച് പോസ്റ്റർ ഉണ്ടാക്കി ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഫ്രീലാൻസർ ആരെങ്കിലുമൊക്കെ ഒന്നും നോക്കാതെ ഏൽപ്പിച്ചിട്ട് കുറച്ച് ലീഡ്സൊക്കെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആക്ച്വലി ഈ ഒരു ഫീൽഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്. ആ ഒരു ഇവർ ചെന്നാൽ ഇവരെ പ്രോപ്പറായിട്ട് എത്തേണ്ട രാജ്യത്ത് എത്തിക്കാൻ, പഠിക്കാനായാലും ഇൻ കേസ് വാട്ടെവർ എമിഗ്രേഷൻ ആയാലും, ആ ഒരു കാര്യത്തിന് ഇവരെത്തിക്കുന്ന ഒരു ടീമാണെന്നുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനൊന്നും ഫോക്കസ് ചെയ്യാറില്ല, ജസ്റ്റ് ലീഡ് ജനറേഷൻ. അപ്പോൾ ഇതാണ് ഇവർക്കിത് അറിയില്ല. ഗ്രാജുവലി ഒരു വർഷമൊക്കെ എത്തുമ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത്, എവിടെ അഡ്മിഷൻസ്, എവിടെ എമിഗ്രൻസ്, എവിടെ ആരുമില്ല,
സോ ഇങ്ങനെയാണ്. അപ്പോൾ SOP പോയിട്ട് Basic idea പോലും ഉണ്ടാവില്ല. ബേസിക് ഐഡിയ പോലും ഇല്ലാത്തടത്താണ് SOPയുടെ കാര്യം നമ്മൾ അല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് അജുബായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അജുബായിക്ക് അറിയാം. ചിലർ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാം, ഇവർക്ക് ആക്ച്വലി നല്ല ലാഭത്തിൽ ഓടണമെങ്കിൽ 100 അഡ്മിഷൻ നടക്കണം ഒരു വർഷം. 10 എണ്ണം വന്നാൽ ഇവർ സാറ്റിസ്ഫൈ ആവുകയാണ്. മനസ്സിലായി. പക്ഷെ എന്താ ഒരു നോക്കും, അടുത്ത വർഷം ആകുമ്പോൾ കാരണം സെപ്റ്റംബർ ഇൻടേക്ക് നടന്ന ഒരു 6-7 മാസം എടുക്കും പൈസ വരാൻ. അതെ അതെ. ആ പൈസ വരുന്നത് മിനിമം 3 മാസം എടുക്കും. മിനിമം 3 മാസം എടുക്കും. അത് ചിലപ്പോൾ ഒരു 10 ലക്ഷം ആണെന്ന് വെച്ചോ, അവർ 10 ലക്ഷം റവന്യൂ കിട്ടി. ആ സമയത്ത് നിനക്ക് ഓടാനുണ്ടായിരുന്ന ഫ്യൂവൽ എവിടെ നിന്നാണ് നീ എടുത്ത് ഓടിച്ചേ? വീണ്ടും നീ കടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റിയാലിറ്റി അറിയാതെയാണ് പലരും ഇതിനകത്ത് പെട്ടുപോകുന്നത്. പിന്നെയുള്ള മേജർ പ്രോബ്ലം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. തുടങ്ങുന്ന സമയത്ത് ഇന്റർവ്യൂ നടത്തും, സെയിൽസ് മാനേജർ, സെയിൽസ് ടീം, സെയിൽസ് ലീഡ് എല്ലാവരും. ഇയാൾക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി തീരെ നോളജ് ഇല്ല. നോളജ് ഇല്ലാത്തൊരു മാനേജറിന് എങ്ങനെ താഴെയുള്ള സെയിൽസ് ടീമിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും? എങ്ങനെ അവന് SOP ഉണ്ടാക്കാൻ പറ്റും? അതിന് അവിടെ CEO ആയിട്ട് വരുന്നവനും അവൻ ആകെ പോയിട്ടുള്ള ദുബൈയിലോ അല്ല മസ്കറ്റിലോ ആയിരിക്കും. അവനാണ് കാനഡ ഇമിഗ്രേഷനെ പറ്റി സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ ഇത് പറ്റും? മനസ്സിലായി. അല്ല, വളരെ ഇമോഷണൽ ആയിട്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത് ഈ കേസിൽ. കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഫെയിലിയർ കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ ട്രെയിനേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ കുറെ ഇത് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ വാക്കുകൾ, ആ ഇമോഷൻ, മെയിൻ പ്രശ്നം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുപെടാറുണ്ട്. കാരണം ഇവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. തകർന്നു കഴിയുമ്പോൾ ശരിയായിരുന്നു, ഇത് കേട്ടാൽ മതിയായിരുന്നു എന്ന് റിയലൈസ് ചെയ്യുന്നവര്. ഈ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ റിക്രൂട്ട്മെന്റ് ഇൻഡസ്ട്രി ഞാനൊരു സക്സസ്ഫുൾ എക്സിറ്റ് നടത്തിയ ഒരാളാണ്. കഴിഞ്ഞ 12 വർഷത്തെ എൻ്റെ ഈ ജേർണി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് അതിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് കൺസൾട്ടേഷൻ കൊടുത്ത് ഒരു 100-ലധികം സ്റ്റാഫുകൾ അല്ലെങ്കിൽ എക്സ്പേർട്സിനെ ബിൽഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു ഇതിൽ ഈ ഇൻഡസ്ട്രിയിൽ. അതിലൂടെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് നമ്മൾ ഈ ഷോയിലൂടെയും നമ്മുടെ കൺസൾട്ടേഷനിലൂടെയും നമ്മുടെ പ്രേക്ഷകരിലും അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി എനിക്ക് തുടക്കക്കാരോടോ അല്ലെങ്കിൽ എക്സ്പേർട്സിനോടൊക്കെ സംസാരിക്കാൻ ഒറ്റൊരു കാര്യമുള്ളൂ. ജാക്സൺ നമ്മൾ സംസാരിച്ച പോലെ നിങ്ങൾക്കൊരു സ്ട്രോങ് SOP നിങ്ങൾ ബിൽഡ് ചെയ്യണം. പലതരത്തിലാവാം നിങ്ങളുടെ SOP, നിങ്ങളുടെ കോൺസെപ്റ്റുകൾ പലതരത്തിലാവാം. ചിലർക്ക് സ്റ്റഡി അബ്രോഡ് മാത്രമേ ഉള്ളൂ, ചിലർ UK മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, ചിലർ ഏഷ്യൻ കൺട്രീസ് മാത്രം, ചിലർ മിക്സ്ഡ് ആണ്, ചിലർ B2B ഏജൻസ് ആണ്, അല്ലെങ്കിൽ ഇമിഗ്രേഷനിൽ ചിലർ കാനഡ മാത്രം ചെയ്യുന്നു, ചിലർ ഓസ്ട്രേലിയ മാത്രം, ചിലർക്ക് ട്രെയിനിങ് സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ചിലർ റിക്രൂട്ട്മെൻ്റ് ആണ്, അത് B2B ആണ്, ചിലർക്ക് ലൈസൻസ് ഉണ്ടാവില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. ഏറ്റവും വലിയൊരു പ്രോബ്ലം ചിലർ ഫേസ് ചെയ്യുന്നത് സ്റ്റാഫിൻ്റെ ഒഴിവുകളാണ്. ഇത് ന്യൂ ജനറേഷൻ ആളുകൾക്ക് വലിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ടൊന്നും കമ്പനികൾ ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയില്ല. കൊച്ചി, കോഴിക്കോട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോലുള്ള സിറ്റികളിൽ ധാരാളം ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് എക്സിറ്റായി അടുത്ത കമ്പനിയിലോട്ട് പോകുന്നു. ഇങ്ങനെ പല പ്രോബ്ലങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് മിസ്റ്റർ ജാക്സൺ. ആൻഡ് ഇതിനകത്ത് മെജോ നമ്മൾ ആലോചിക്കേണ്ട ഒറ്റ ഒരു കാര്യം, നിങ്ങൾ ഇൻഡസ്ട്രിയിൽ ഇറങ്ങി തിരിച്ചപ്പോൾ നിങ്ങൾ എടുത്തൊരു ഡിസിഷനുണ്ട്. ഇത് സക്സസ് ആവാൻ വേണ്ടി തന്നെയാണ്. ഒത്തിരിയധികം പ്രതീക്ഷകളോടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പനിയിലേക്ക് തന്നെയാണ്. അതിൽ നമുക്കൊരു SOP എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ടീം ബിൽഡ് ചെയ്യണം. നിങ്ങൾക്കൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ടീമിന് ഒരു കൃത്യമായ അജണ്ട ഉണ്ടാവണം. എന്തിനു വേണ്ടി, ഏതൊക്കെയാണ് ബിസിനസ് പ്രോഗ്രാം നമുക്കുള്ളത്, ആ പ്രോഗ്രാമിൽ നമ്മൾ ഏതൊക്കെയാണ് കൃത്യമായി ഫോളോ ചെയ്യേണ്ടത്, ഏതാണ് ബ്രെഡ് ആൻഡ് ബട്ടർ പ്രോഗ്രാംസ്, എങ്ങനെയാണ് ഒരു ഡോക്യുമെൻറ്റേഷൻ ടീം സക്സസ് ആവുന്നത്, അതേപോലെ ഇതിൻ്റെ ഫെയിലിയർ എന്താണെന്ന് നമ്മൾ മനസ്സിലാവണം. അടുത്ത ഒരു 3-4 വർഷം ഞാൻ എങ്ങനെ റൺ ചെയ്യണമെന്ന് ഇന്നേ നിങ്ങൾ തീരുമാനമെടുക്കണം. അപ്പം നിങ്ങൾ ഈ ഒരു പാത്ത് വേ നല്ലതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് പ്രോഫിറ്റ് ഉള്ള ഇൻഡസ്ട്രിയിൽ ഒന്ന് തന്നെയാണ് അബ്രോഡ് ഇമിഗ്രേഷൻ രംഗം. ഏറ്റവും അധികം ആളുകൾ ചതിക്കപ്പെടുകയും ഏറ്റവും അധികം ബിസിനസ് പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടെയാണ് എബ്രോഡ് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത്. കാരണം ഇത് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. അതെ, മറ്റുള്ള ഈ ബിസിനസ്സിനെ പോലല്ല. ഇതിന് വലിയ ചിന്താഗതിയൊന്നും ആവശ്യമില്ല. ആരെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ കയ്യിലൊരു 25-30 lakhs ഉള്ള ആൾക്കാരെല്ലാം ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ മെജോയുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ കസിൻ കാനഡയിലേക്ക് പോയി, അയാൾ അവിടെ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. മെജോയെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യുന്നു. മെജോ ഇൻവെസ്റ്റ് ചെയ്ത നല്ല പരിപാടിയാണ്. ഒരു 20 lakhs മുടക്കിയാൽ നിങ്ങൾക്കൊരു സ്റ്റഡി അബ്രോഡ് ചെയ്യാം. ഒരു വർഷം ഇത്ര സ്റ്റുഡൻസ്, അതിൻ്റെ ഇൻടേക്ക് ഇത്ര, അതിൻ്റെ ലാഭം ഇത്ര എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അക്കൊള്ളാമല്ലോ, ഇത് ഒരു ഗ്ലാമർ ബിസിനസ് കൂടാണ്. കാരണം അത്യാവശ്യം കാണുമ്പോൾ വളരെ കിടിലം ഓഫീസ്, എക്സിക്യൂട്ടീവ് സ്റ്റാഫുകൾ, വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതൊക്കെ കാണുമ്പോൾ വളരെ രസമാണ്. അതിന് കൃത്യമായിട്ട് ഇതിനെ തിരക്കി നമ്മളെടുത്തോണ്ട് വരുന്ന കസ്റ്റമേഴ്സ്. കാരണം പുറത്തു പോകാൻ മലയാളിയുടെ ഒരു എന്താ പറയുക, ഒരു ബ്ലഡിൻ്റെ ഭാഗമാണ് എങ്ങനെയെങ്കിലും പുറത്തു പോകുക എന്നുള്ളത്.
സോ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവരാണ് പലരും. ഇതിൻ്റെ അകത്ത് ഇറങ്ങി കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ ചിലപ്പോൾ ലീഡ് തന്നതും അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത ഒരാൾ ആദ്യം എക്സിറ്റ് ആവും. പിന്നെ പെട്ടുപോകുന്ന നമ്മൾ പാവപ്പെട്ട നമ്മൾ ഫൗണ്ടേഴ്സാണ്. അപ്പോൾ ഈ ഫൗണ്ടേഴ്സിനോട് നമ്മൾ പറയാനുള്ളത്, എൻ്റെ ഒരു 12 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. എന്നോടൊപ്പം മിസ്റ്റർ ജാക്സണും മിസ്റ്റർ മെജോയും ഉണ്ട്. നമ്മൾ കൃത്യമായി അവരുടെ പ്രോബ്ലങ്ങൾ കണ്ടെത്തി, നമ്മൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആവുമല്ല, നമ്മൾ ഒരിക്കലും മോട്ടിവേഷൻ സ്പീക്കേഴ്സ്. ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ പോലും ഞങ്ങൾ മോട്ടിവേഷൻ പറയാറില്ല. ഞങ്ങളുടെ പല ക്ലയൻസിനോടും ചോദിക്കുമ്പോൾ ജാക്സൺ 1 ഡേ ട്രെയിനിങ് ഉണ്ടോ? സോറി, മോട്ടിവേഷൻ തരാൻ വേണ്ടി ഞങ്ങൾക്ക് അത് നിങ്ങൾ വേറെ ആരെയും വിളിച്ചു, ഞങ്ങൾക്ക് ആ പൈസയും വേണ്ട, അങ്ങനെ ഒരു ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്ന സ്റ്റഡി അബ്രോഡ്, ഇമിഗ്രേഷൻ, റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒറ്റ ഉറപ്പ് ഇതാണ്: നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു 6 മാസം കൊണ്ട് ഒരു കൃത്യമായ സ്കെയിലപ്പ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങൾക്ക് പ്രോമിസ് തരും. ഇതൊരു ഗ്രൗണ്ട് വർക്കാണ്. അല്ലെങ്കിൽ റിയാലിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെ ഞങ്ങൾ ജോലി ചെയ്യും. നിങ്ങളെ നിങ്ങളുടെ കമ്പനിയുടെ ഫേസ് ആക്കി ഞങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. കാരണം ഞാൻ എന്താണോ ചെയ്തത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സിറ്റ് നടത്തിയപ്പോൾ സ്ഥാപനം വെറുതെ എക്സിറ്റ് ചെയ്തതല്ല. ഒരാളിൽ നിന്ന് 100-ലധികം സ്റ്റാഫുകളും 10-ലധികം ബ്രാഞ്ചുകളും ഇൻ്റർനാഷണൽ ബ്രാഞ്ചുകളും 3700-ലധികം ആളുകളെ കാനഡ, ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനിൽ സക്സസ് ആക്കി ഫയൽ ഹാൻഡിൽ ചെയ്ത ആ കേപ്പബിലിറ്റി, അതേപോലെ സ്റ്റഡി അബ്രോഡിൽ നിരവധി പേർക്ക് ഓപ്പർച്യൂണിറ്റികൾ കൊടുത്തത്, ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ 100-ലധികം 1000-കണക്കിന് ആൾക്കാർക്ക് ട്രെയിനിങ് സക്സസ് കൊടുത്തത്, 100-കണക്കിന് ആൾക്കാരെ യൂറോപ്പിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്ത ആ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ടീമിനെ ഞങ്ങൾ ബിൽഡ് ചെയ്യും, നിങ്ങളുടെ ഫേസ് ഞങ്ങൾ കണ്ടെത്തും, നിങ്ങളുടെ ബ്രാൻഡ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അത് നമ്മൾ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല മിസ്റ്റർ ജാക്സൺ ആൻഡ് മെജോ അതിനകത്ത് ചെയ്യേണ്ടത്. നിങ്ങളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെക്കൻഡ് പാർട്ടാണ്. നിങ്ങൾ ഈ ബിസിനസ്സിൽ കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ ഏതാണ് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് യെസ് പറയേണ്ടടുത്ത് യെസ് പറഞ്ഞ് ഒരു ടീം ബിൽഡ് ചെയ്ത്, ഒരു ഡോക്യുമെൻറ്റേഷൻ ടീം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ബിൽഡ് ചെയ്ത്, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇന്നത്തെ മാർക്കറ്റിംഗ് ഡിജിറ്റൽ തന്നെയാണ്. ഇന്ന് ന്യൂസ് പേപ്പറിൽ ആരാ വായിക്കണേ? ന്യൂസ് പേപ്പർ വായിച്ചിട്ട് എത്ര ദിവസമായി? വർഷങ്ങളായിട്ടുണ്ട്. ജാക്സന് വായിക്കാറില്ലെന്ന് എനിക്കറിയാം. അപ്പം ഇതിൻ്റെ ന്യൂസ് പേപ്പർ അല്ല, ഡിജിറ്റലാണ് മാർക്കറ്റിംഗ്. ഇന്ന് മാർക്കറ്റിംഗ് തന്നെ ഡിജിറ്റലാണ്. അതിന് വെറും ഒരു SEO അല്ല വേണ്ടത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റ് ടീമിനെ ഇത് പഠിപ്പിക്കണം. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റ് ടീം ആദ്യം അവരായിരിക്കണം ആദ്യത്തെ ഏറ്റവും ബെസ്റ്റ് കൗൺസിലർ. അതെ, എങ്കിൽ മാത്രമേ അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ഡെപ്തിലുള്ള പ്രൊഡക്റ്റ് നോളജ് വേണം, എന്നാലേ അതനുസരിച്ചുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മെറ്റ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ടൂൾസ് മാത്രമാണ്. കയ്യിൽ ആ സ്ട്രാറ്റജി ചെയ്യുന്നവരുടെ കയ്യിലാണ് പ്രോപ്പർ ആയിട്ടുള്ള ലീഡ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉള്ളത്. അപ്പം നമ്മുടെ ഒരു എയിം തന്നെയാണ്, നമ്മുടെ അടുത്ത് വരുന്ന കൺസൾട്ട് ചെയ്യുന്ന ഈ സ്റ്റഡി അബ്രോഡ്, ഇമിഗ്രേഷൻ, റിക്രൂട്ട്മെന്റ് ഏജൻസിന്റെ നമ്മൾ കൊടുക്കുന്നത് നിങ്ങളുടെ ആ ബ്രാൻഡിൽ ഒരു ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന പ്രധാന 3-4 കാര്യങ്ങളിലൂടെയാണ്. IT ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതാണ് നമ്മൾ മാർക്കറ്റിംഗ് ടീം എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEO, അല്ലെങ്കിൽ യൂട്യൂബ് പ്രസന്റേഷൻ, വാട്ട് എവർ തിങ്സ്, അത് ഇതേപോലെ പോഡ്കാസ്റ്റുകൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ബ്രാൻഡിനെ നിങ്ങൾ സംസാരിക്കണം. അതിന് നിങ്ങളെ ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾ ഫ്രണ്ട് ലൈനിലെത്തും. അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന ലീഗൽ ടീം, നിങ്ങൾക്ക് കൃത്യമായി ഇതിനകത്ത് പ്രോസസ് പ്ലസ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും. കൃത്യമായ എഗ്രിമെൻ്റ് ആയിരിക്കണം, കൃത്യം ഡോക്യുമെൻ്റ് ചെയ്യണം. ഒരു ക്ലയൻറ്റിന് നിങ്ങൾക്ക് കൊടുത്ത കാര്യങ്ങളെല്ലാം കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ സ്ട്രോങ് അക്കൗണ്ട്സ് ടീം വേണം. നല്ല മാനേജ്മെൻറ്റ് സപ്പോർട്ട് ആയിരിക്കണം അവർ. കാരണം അക്കൗണ്ട്സ് പലപ്പോഴും വളരെ പ്രശ്നക്കാരായി മാറാറുണ്ട്. ചില ക്ലയൻസിന് ചില ക്യാൻസലേഷൻ, ചില റീഫണ്ട്, ചില ബില്ല്, ചില ഇൻവോയ്സ്, ചില ടാക്സുകൾ, ചില ഈ കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് കൃത്യമായി ചെയ്യാതെ വരുമ്പോൾ കമ്പനിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കമ്പനിയുടെ മാനേജ്മെൻറ്റും അതിൻ്റെ പ്രോസസ്സുകളൊക്കെയാണ്. ഇതിനെ നമ്മൾ എങ്ങനെ എസ്പെഷ്യലി സ്റ്റഡി അബ്രോഡ്, ഇതൊരു മണി ഫ്ലോ ഉള്ളൊരു ബിസിനസ്സാണ്. എവറി ഡേ മണി ഫ്ലോ ഉള്ളതാണ്. അതിനെ വേറെ റൂട്ടിലോട്ട് മാറ്റാതെ എങ്ങനെ നിങ്ങളുടെ ഈ ബ്രാൻഡ് ഇതാദ്യം സക്സസ് ആക്കിയിട്ട് വേണം നിങ്ങൾക്ക് അടുത്ത ബ്രാൻഡിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി. പലരും ചെയ്യുന്നത് ഇവിടെ കിട്ടുന്ന കുറച്ചൊരു ഫണ്ട് കിട്ടുമ്പോൾ ഇതെടുത്തിട്ട് വേറെ എങ്ങോട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ അത് ഫെയിലിയർ ആവുന്നു, ഇവർക്ക് കൃത്യം സാലറി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും മോട്ടിവേഷനിലൂടെ ആയിരിക്കും അവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കൺസൾട്ടേഷനിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ അടുത്തൊരു സക്സസ്ഫുൾ ബിസിനസ്സിലേക്ക് മാറാം എന്നൊക്കെയാണ് നമ്മളെല്ലാം. കാരണം അതൊക്കെ സ്കെയിലപ്പ് ചെയ്ത് കൊടുത്ത ഒരാളാണ്, അല്ലെങ്കിൽ ആ ടീമാണ് നിങ്ങളോട് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അജുവായി പറഞ്ഞ പോലെ ഞാൻ നെഗറ്റീവ് പറയുന്നില്ല. ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേറൊരു കുഴപ്പമുണ്ട്. ഇവിടെ കുറേ പ്രോഗ്രാമുകൾ നമ്മുടെ കേരളത്തിൽ നടക്കാറുണ്ട്. പൈസ 50,000 കൊടുത്ത അവാർഡ് കിട്ടും. ഇവിടുത്തെ കേരളത്തിൽ നശിച്ചു പോയ അല്ലെങ്കിൽ ഡൗൺ ഗ്രേഡ് ആയി പോയ പല ബ്രാൻഡുകളും ചെയ്തിട്ടുള്ള ഏറ്റവും ആദ്യത്തെ തെറ്റ്,
ഏതോ ഒരു മന്ത്രി അല്ലെങ്കിൽ ഏതോ ഒരാൾ കൊടുക്കുന്ന ഈ 1 ലക്ഷത്തിൻ്റെ 70 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 30 ലക്ഷത്തിൻ്റെ പോയിട്ട് അവാർഡ് വാങ്ങിക്കും. ഇന്ന് കേരള സമൂഹത്തിന് വ്യക്തമായിട്ടറിയാം അവാർഡിന് 1 ലക്ഷം കൊടുത്താൽ കിട്ടും. ഇതൊരു PR വർക്കാണ്. PR വർക്കാണ്. ഇതാണ് ബൂസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടറേറ്റ് എടുക്കാമല്ലോ, ഡോക്ടറേറ്റ് എടുക്കാം, 3 ലക്ഷം രൂപ. ഇവിടെ ഇവർക്ക് വരുന്ന ഈ ഒരു തെറ്റ് പ്ലസ് നേരത്തെ പറഞ്ഞ IT സെക്ടർ. ഇന്ന് ഇവിടെ 7000-ലധികം സ്റ്റഡി അബ്രോഡ് ബ്രാൻഡുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. 7000. ഈ 7000 പേരും ഒരേ സ്ഥലത്താണ് കളിക്കുന്നത്, ആഡ് കളിക്കുന്നത്. ഇവിടെ മെറ്റയിൽ. ആരാണ് കോമ്പിറ്റൻറ്റ്? പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ്. ജനങ്ങൾക്ക് അറിയില്ല ആരാണ് റൈറ്റ്, ആരാണ് ശരി പറയുന്നത്, ആരാണ് തെറ്റ് പറയുന്നത്. കാരണം താങ്കൾ വർക്ക് ചെയ്ത് വന്ന സമയത്ത് നമ്മൾ തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ട് മിനിമം 6 years ബാക്ക്. 6 years ആയി. ആ 6 year സമയത്ത് ഓർക്കുന്നുണ്ടാവും, കേരളത്തിൽ മിനിമം ഒരു ദിവസം 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ഇതിന്റെ സ്കാമുകളുടെ പേര്. കാനഡ വിടാന്ന് പറഞ്ഞാൽ പൈസ പറ്റിക്കുന്നു, ഓസ്ട്രേലിയ വിടാന്ന് പറഞ്ഞാൽ പൈസ പറ്റിക്കുന്നു. അതിനൊക്കെ ഏകദേശം ഒക്കെ കുറെ ആളുകൾ എഡ്യൂക്കേറ്റ് ആയി. പക്ഷെ ഇന്ന് നടക്കുന്നുണ്ടല്ലോ, പല ബ്രാൻഡുകളും അറിയാതെ ചതിക്കപ്പെടുന്നതാണ്. B2B എടുക്കുന്നവർ ഇവരിവിടുന്ന് കഷ്ടപ്പെട്ട് ലീഡ് ജനറേറ്റ് ചെയ്ത് പിള്ളേരെ എടുക്കുന്നു. ഇവൻ കൊണ്ടുവന്നിട്ട് വിടുന്നത് ഏറ്റവും ഡ്യൂപ്ലിക്കേറ്റോ അല്ല ലോക്കൽ യൂണിവേഴ്സിറ്റികൾ. ഇന്ന് കാനഡയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ വരാനിരിക്കുന്നത്. വളരെ ശരിയാണ്. ആക്ച്വലി അത് കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാത്ത പോയത് കൊണ്ടാണ്. ഇത് അനുഭവിക്കാൻ പോകുന്നത് അന്ന് വിട്ട ബ്രാൻഡുകളാണ്. ആ B2B ബ്രാൻഡ് ഒരിക്കലും അനുഭവിക്കത്തില്ല. അല്ല, പല ബ്രാൻഡുകൾ ഇപ്പം കാനഡയെ പറ്റി ഒന്നും സംസാരിക്കുന്നേ ഇല്ല. അവർക്കിപ്പം മനസ്സിലായി. നമ്മൾ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ, ഒരു 4 കൊല്ലം മുമ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിന്റെ ഏത് ഒരു ബിസി സ്ട്രീറ്റിൽ പോയാലും നിങ്ങൾ കാണുന്നത്, നിങ്ങളെ നോട്ട് ചെയ്യുന്നത് കാനഡയ്ക്ക് പോകാം എന്നൊരു പരസ്യമായിരിക്കും. നിങ്ങൾക്ക് ഇന്ന് കാനഡ എന്ന വാക്ക് പോലും മിണ്ടാൻ പറ്റുന്നത് ആ ഒരു അവസരത്തിൽ. കാരണം ചെറിയൊരു ബിസിനസ് ലാഭത്തിന് വേണ്ടി ഒരു ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റുഡൻസിനെ കാനഡയിലേക്കും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കും അയച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൊന്മുട്ടിയുടെ താറാവെന്ന് പറയും. അതിനെ ഈ പറയുന്ന പല കൺസൾട്ടൻസികളും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ ഇല്ല അവർക്ക്. അവർ ഈ B2B കൊടുത്തു പോയി. അവർ മെയിൻ ബ്രാൻഡിന് സ്വന്തം ബ്രാൻഡ് കളഞ്ഞിട്ട് എന്ത് ചെയ്തു, ചില മെയിൻ സ്ട്രീം കമ്പനികൾക്ക് അവരുടെ ഈ ക്ലയൻസിനെ കൊടുത്തു. പെരുദോഷം വന്നപ്പോൾ ഇവർ കൂടെ വന്നേക്കും. കേരളത്തിൽ 7000-ലധികം സ്റ്റഡി അബ്രോഡ് ആൻഡ് മൈഗ്രേഷൻ ബ്രാൻഡുകളുണ്ട്. പക്ഷേ അതിനകത്ത് നേരെ ചൊവ്വേ ഓടുന്ന എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 100-ൽ കൂടുതൽ കാണില്ല. അപ്പോൾ ബാക്കി അത്രയും ആളുകൾ പെട്ടുകിടക്കുകയാണ്. ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെ തിരിച്ചെടുക്കും, എങ്ങനെ ഇട്ടും. അപ്പം ഇവരെ സഹായിക്കാൻ, ഇവരുടെ ബ്രാൻഡിനെ വളർത്തി ഇവരാഗ്രഹിക്കുന്നത് പോലെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? This is the first time in South India the study abroad immigration recruitment ഏജൻസികൾക്ക് വേണ്ടി ട്രെയിനിങ് നൽകി അവരുടെ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാൻ സാധ്യമാക്കുന്ന ഒരു ടീം നമ്മളിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. നമ്മൾ വെറും ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അല്ല, നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരിപ്പോൾ പലരും പല രീതിയിലാണ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ഒന്ന്, മുന്നോട്ട് സ്കെയിലപ്പ് ചെയ്യണം, പുതിയ അഡ്മിഷൻസ് വേണം, പുതിയ ബിസിനസ് വേണം, പുതിയ ടൈപ്പ് വേണം, പുതിയ വെർട്ടിക്കലുകൾ ഉണ്ടാവണം, ബിസിനസ് വെർട്ടിക്കൽസ് ഉണ്ടാക്കണം. അങ്ങനെ ഏത് തരത്തിലുള്ള ഇവരുടെ സപ്പോർട്ടിന് ആവശ്യമുള്ള ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ടാലൻറ്റഡ് ടീമാണ് ഈ ബിസിനസ് ഫൗണ്ടേഴ്സിന് വേണ്ടി നമ്മളിവിടെ തയ്യാറായിട്ടുള്ളത്. അപ്പം നമ്മൾ 3 പേരും അല്ലെങ്കിൽ നമ്മുടെ 3 പേരെയും ടീമുകൾ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റഡി അബ്രോഡ് ഫൗണ്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് SOP, അവരുടെ കൂടെ ബിസിനസ് ഡെവലപ്മെന്റ്, അവരുടെ ടീം ഡെവലപ്മെന്റ്, അവരുടെ ബ്രാൻഡ് ഡെവലപ്മെന്റ്, അവരുടെ സെയിൽസ് ഡെവലപ്മെന്റ്, അവരുടെ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വാട്ട് എവർ തിങ്സ് 6 months കൊണ്ട് 6 മാസം കൊണ്ട് സ്റ്റഡി അബ്രോഡ് ടീമിനെ അല്ലെങ്കിൽ അവരുടെ ടീമിനെ ട്രെയിൻ ചെയ്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി ആക്കി മാറ്റാനാണ് നമ്മളിവിടെ ഈ ഒരു ഷോയിലൂടെയും ഈ ഒരു പ്രോഗ്രാമിലൂടെയും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്. ജാക്സൺ പറഞ്ഞ പോലെ 7000-ലധികം കമ്പനികളുണ്ടല്ലോ. അപ്പോൾ സ്റ്റഡി അബ്രോഡ് എങ്ങനെയെങ്കിലൊക്കെ ക്യാഷ് ഒപ്പിച്ച് തുടങ്ങും, പക്ഷെ പെട്ടുപോയ അവസ്ഥയാണ് പലർക്കും. അപ്പോൾ അതിന് ഒരു പരിഹാരമാണ് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റിനെ ഹയർ ചെയ്യാന്നുള്ളത്. അത് എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് ഒരു കമ്പനി തുടങ്ങുമ്പോഴാണോ അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് തുടങ്ങിയ ഒരു പ്രശ്നത്തിൽ എത്തിയതിനു ശേഷമാണോ, എന്താണെന്നുള്ളത്? നമ്മൾ എസ്പെഷ്യലി പ്രശ്നത്തിലായവരെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട A to Z സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റഡിയോട് മാത്രമല്ല, റിക്രൂട്ട്മെൻറ്റ്, ഇമിഗ്രേഷൻ, ഈ ഇൻഡസ്ട്രിയുടെ ഒരു പക്ക പാക്കേജാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കൺസൾട്ടന്റിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് ഫെയിലിയർ ഉണ്ടാവും. കാരണം ബിസിനസ് എന്ന് പറയുന്നത് ഒരു 1 man ഷോ അല്ല. ഒരിക്കലും ഒരു 1 man ഷോ ആവരുത് ബിസിനസ്.
നിങ്ങൾക്കൊരു കൺസൾട്ടൻറ്റ് എക്സ്പേർട്ട് അഡ്വൈസ് എപ്പോഴാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ അതിലൂടെ കടന്നുപോയി എക്സ്പീരിയൻസ് ഒരു കൺസൾട്ടൻറ്റിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 10-15 അഭിപ്രായങ്ങൾ ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി, നിങ്ങൾക്കത് സ്ട്രെയിറ്റ് ആയിട്ട് മാറാനും ആ പ്രശ്നം പരിഹരിച്ച് വളരെ സക്സസ് ആയി മുന്നോട്ട് പോകാനും സാധിക്കും. ഈ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികൾക്ക് ഇങ്ങനെ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റിനെ വെക്കണം എന്ന് പറയുമ്പോൾ അതൊരു അനാവശ്യമായ ഒരു എക്സ്പെൻസസ് അല്ലേ എന്ന് പറയാറുണ്ട്. സോ അത് അങ്ങനെയല്ല എന്ന് പറയാൻ എന്താണെന്ന് പറയാം. എസ്പെഷ്യലി ഞാനും എൻ്റെ ടീമും കഴിഞ്ഞ 12 വർഷം കൊണ്ട് റിസർച്ച് ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ സക്സസ് സ്റ്റോറീസാണ് അതിനെ പ്രാക്ടിക്കലായി നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു എക്സ്പെൻസീവ് അല്ല, വളരെ എന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവായ ഒരു പ്രോസസ്സ് തന്നെയാണ്. കാരണം ഇത് ഞങ്ങൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റഡി അബ്രോഡ് ഏജൻസികൾക്ക് വേണ്ട എല്ലാ സൊല്യൂഷനും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ എക്സ്പെൻസീവേ അല്ല. ഇതിനകത്ത് എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, കൺസൾട്ടൻ്റ് എന്ന് മിജോ പറയുമ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ ഒരു നോർമൽ ബിസിനസ് കൺസൾട്ടൻറ്റിനെ അവിടെ കാണാം. അതെ, അത് തെറ്റാണ് തീർച്ചയായും. കാരണം അവിടെ അവർക്ക് പറ്റുന്നൊരു തെറ്റ് നോർമലായി നടത്തി, ഞാൻ ബിസിനസ് കൺസൾട്ടന്മാർ കൊള്ളത്തില്ല നല്ല പറയുന്നു, അവരവരുടെ വർക്കിൽ അവർ സൂപ്പറാണ്. ഇപ്പം ഞാനും വിജയും ഞങ്ങൾ കൺസൾട്ട് ചെയ്യാറുണ്ട് ബിസിനസ്സിന്. പക്ഷേ സ്റ്റഡി അബ്രോഡിനെ കൺസൾട്ട് ചെയ്യാൻ ഞാൻ ആ മേഖല പഠിച്ചിട്ടില്ല. എനിക്ക് അവിടുത്തെ സെയിൽസിനെ ടീമിനെയും മാർക്കറ്റിംഗുകാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഏത് രാജ്യമാണ് ബെറ്റർ, അല്ലെങ്കിൽ ഏതൊക്കെ മൾട്ടിപ്പിൾ ഓപ്ഷൻ വെക്കണമെന്ന് പറയാൻ എന്നെയും കൊണ്ടും വിജയം കൊണ്ട് സാധിക്കത്തില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് അവൻ്റെ ഫൗണ്ടേഴ്സിനെ കണ്ടെത്തി അവരുമായി ഇരുന്നിട്ട് അവർക്ക് വേണ്ട ബ്രെഡ് ആൻഡ് ബട്ടർ പ്രോഗ്രാംസ്, അവരെ ബ്രാൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാം, അവർക്ക് സ്കെയിലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം, ഇത് സ്റ്റഡി അബ്രോഡ് ഉണ്ടാവും. ഒരു കമ്പനിയിൽ വേണ്ടതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് അവരിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു വലിയൊരു മാറ്റമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതവിടെ ഉണ്ടാവുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡ് UK അല്ലെങ്കിൽ അയർലൻഡ് അല്ലെങ്കിൽ കാനഡ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസൾട്ടൻസി കൊണ്ട് മൾട്ടിപ്പിൾ കൺട്രീസ്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, അതായത് ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് അവർക്ക് റെഗുലർ ഇൻകം ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ, ഷോർട്ട് പ്രോഗ്രാമുകൾ, സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. മാർക്കറ്റിൽ ഇല്ലാത്തതായിട്ടുള്ള കൺട്രീസിനെ നമ്മൾ കൊണ്ടുവരും. പുതിയ രാജ്യങ്ങൾ, കാരണം എല്ലാവർക്കും കാനഡയും ഓസ്ട്രേലിയയും മാത്രമല്ല, ഇന്ന് പല രാജ്യങ്ങളും ഇന്ത്യക്കാരെ ആവശ്യമുണ്ട്. ആ രാജ്യങ്ങൾ നമ്മൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഷോർട്ട് പീരീഡ് കൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകാനുള്ള മാർക്കറ്റിംഗ്, ഇത് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഇതെല്ലാവരും അറിയണം. അതെങ്ങനെ അറിയിക്കാൻ ഇവയെ നമ്മൾ TV ഷോ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളന്ന് കഴിഞ്ഞ മീറ്റിങ്ങിന് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് തോന്നി. അതായത് ബ്രെഡ് ആൻഡ് ബട്ടർ, പലർക്കും അങ്ങനെ ഒരു തോട്ട് പോലും ഇല്ല. സ്റ്റഡി അബ്രോഡ് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം വരുന്ന, അത് ക്വിക്കായിട്ട് കമ്പനിക്ക് ഒരു പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C. ബ്രെഡ് ആൻഡ് ബട്ടർ നമുക്കൊരു മെയിൻ സ്ട്രീം രാജ്യങ്ങൾ ഓഫ് കോഴ്സ് വേണം. നമുക്ക് ജർമ്മനിയിൽ ആളെ വിടണം, അല്ലെങ്കിൽ UK വിടണം, ഓസ്ട്രേലിയയിൽ വിടണം, കാനഡയിൽ വിടണം. ഇതൊക്കെ ഒരു ഫെയിമിൻ്റെ ഭാഗമാണ്. നമ്മൾ വലിയ കൺട്രീസിലൊക്കെ വെസ്റ്റേൺ കൺട്രിയിലേക്ക് വിടുന്നു. നമുക്ക് ചെറിയ രാജ്യങ്ങളുണ്ട്. ചെറിയ രാജ്യങ്ങളിൽ ഏറ്റവും അധികം സാലറി കിട്ടിപ്പോകാവുന്ന കോഴ്സുകളുണ്ട്, അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, മലയാളി. അല്ല, ഇവിടെ അതിനകത്ത് പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കാനഡയിൽ പറ്റിപ്പോയത് എന്തായിരുന്നു? അവിടെ പോകാൻ പറ്റാത്തവരെ വിട്ടു എന്നുള്ളതാണ്. ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്. ബിസിനസ് അറിയാത്തൊരു അല്ലെങ്കിൽ ബിസിനസ് ടേസ്റ്റ് ഇല്ലാത്തൊരു കുട്ടിയെ കൊണ്ട് നിങ്ങൾ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, അല്ലെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിസിനസ്സാണ്, ഇതൊരു ടേസ്റ്റ് ഇല്ലാത്ത വ്യക്തി ഇത് എങ്ങനെ സംസാരിക്കും, എങ്ങനെ ഹാൻഡിൽ ചെയ്യും? UK സംഭവിച്ചിട്ടുണ്ടല്ലോ. അവരവിടെ പോയിട്ട് ഇതിനെപ്പറ്റി ഒന്നും അവരുടെ ഐഡിയോളജി, അവരുടെ തോട്ട് പ്രോസസ്സും വേറെയാണ്. ചിലപ്പോൾ അവർക്ക് IT ആയിരിക്കും താല്പര്യം, നിങ്ങൾ അവരെ കൊണ്ട് ബിസിനസ് പഠിപ്പിച്ചു. ചിലപ്പോൾ ഹെൽത്ത് കെയർ ആയിരിക്കും അവർക്ക് താല്പര്യം, നിങ്ങൾ അവരെ കൊണ്ട് മാർക്കറ്റിംഗ് പഠിപ്പിച്ചു. എന്ത് സംഭവിച്ചു? അല്ല, അപ്പം ഇതിനൊക്കെ ഏറ്റവും വലിയ ഉത്തരം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കണ്ണിൽ കാണുന്ന ഏതെങ്കിലും ഒരു കൺസൾട്ടന്റിനെ കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ കൺസൾട്ട് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. റൈറ്റ് കൃത്യമായി നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ, അതിന് സ്ട്രക്ചർ ഉണ്ടാക്കി തന്നെ, ഗ്രൗണ്ട് ലെവൽ നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യാനാണ് എൻ്റെ ടീം അല്ലെങ്കിൽ നമ്മുടെ ടീം വരുന്നത്. യെസ്, ഈ റിയാലിറ്റിയാണ് ഇവർ റിയലൈസ് ചെയ്യേണ്ടത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് ബിസിനസ് കൺസൾട്ടന്റ്, എന്നിട്ട് അയാളെ വിളിച്ചിട്ട് ഇത് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് അവരോടൊപ്പം അവരുടെ സ്റ്റാഫിൽ ഒരാളായി, ഞാൻ ചിലപ്പോൾ അവരുടെ കൗൺസിലറായിട്ട് മാറാം, ഞാൻ ചിലപ്പോൾ അവരുടെ ടീം മാനേജറായിട്ട് മാറാം, ഞാൻ ചിലപ്പോൾ IT SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനോടായിരിക്കും ജോലി ചെയ്യുക, ഞാൻ ചിലപ്പോൾ അവരുടെ അക്കൗണ്ട്സ് ടീമിൻ്റെ അഡ്വൈസ് ആയിരിക്കും ചെയ്യുക. വാട്ട് എവർ യു നീഡ്, വെറെവർ യു റിക്വയർ us, നമ്മൾ അവിടെ വരും, അവിടെയോടൊപ്പം ഉണ്ടാവും. കാരണം നിങ്ങളുടെ ഒരു അഭാവത്തിൽ നിങ്ങളുടെ കമ്പനി ഡെവലപ്പ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ ഫൗണ്ടേഴ്സ്, നമ്മുടെ ടോപ്പിക് ഫൗണ്ടേഴ്സാണ്. ഈ നമ്മുടെ വീഡിയോ കാണേണ്ടതും ആക്ച്വലി സ്റ്റഡി അബ്രോഡ് സ്റ്റുഡൻസ് ഒന്നും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു കാര്യമില്ല, അവർ സ്കിപ്പായി പോകുന്നത് നല്ലത്. നമ്മൾക്ക് വേണ്ടത് ഈ ഫൗണ്ടേഴ്സാണ്. കാരണം ഞാൻ റീസെൻ്റ് ആയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്ത് നമ്മുടെ ഒരു കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ കേട്ട കഥകളിൽ ജാക്സൺ, മിജോ, നിങ്ങൾ അറിയണം,
പലർക്കും ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് നിർത്താൻ അറിഞ്ഞുകൂടാ, പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് അപ്പം ഞാൻ ഈ പറയുന്ന ബിസിനസ് നിർത്താനുള്ള കൺസൾട്ടേഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇത് എങ്ങനെ ഒഴിവാക്കണമെന്നുള്ളത്. അവർക്കത് ഒഴിവാക്കിയാൽ മതി. ഡിവോഴ്സ് ഒക്കെ ഇപ്പൊ അങ്ങനെ കൺസിഡർ ഇത് സ്റ്റാർട്ട് ചെയ്ത് പോയി. അപ്പോൾ ഞാനൊരു റൈറ്റ് ടൈമായിട്ട് ഇപ്പോൾ ഒരു 12 years കൊണ്ട് ഈ റിസർച്ച് ആൻഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വാട്ട് എവർ തിങ്സ് എല്ലാം സക്സസും ഫെയിലിയറും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരു കൺസൾട്ടൻസി ജോലി ചെയ്ത ഒരാൾ ഞാൻ എല്ലാം സക്സസ് ഉണ്ടോ ഞാൻ പറയില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഈ നിർത്താൻ കഷ്ടപ്പെടുന്നു, നിർത്താൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റഡി അബ്രോഡ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഫൗണ്ടറിനെ അറിയില്ലായിരിക്കും. അപ്പോൾ ആ നിർത്താൻ പാടുപെടുന്നത് എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞോളൂ. ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു പേജിൽ ഒരു എൻക്വയറി വന്നു. എന്നെ പണ്ട് അറിയാവുന്ന ഒരു കോട്ടയത്തുള്ള ഒരു ബാങ്ക് മാനേജറാണ്. പുള്ളി അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇപ്പോൾ ജീവിച്ചൊക്കെ പോകുന്നുണ്ട്, കുറച്ച് ഫണ്ടുണ്ട്. പുള്ളി എൻ്റെ ഈ യാത്ര അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഇവിടെ പോകുന്നു അല്ലാതെ ചെയ്യുന്നു കുറേ വരെ പോകുന്നതൊക്കെ കണ്ട് എൻ്റെ പേജിലൂടെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, എന്തായാലും പഴയ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയില്ലേ, ഞാനൊരു സ്റ്റഡി അബ്രോഡ് ഇടാൻ പോവാണ്, എനിക്കൊന്ന് കൺസൾട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് സമാധാനമില്ലേ, ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോവില്ലേ? ഞാൻ അയാൾ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചിലരോട് നോ പറയും, ചിലരോട് നോ പറഞ്ഞേ പറ്റും. കാരണം അതിൻ്റെ ഈ പറഞ്ഞ ഈ വൈൻഡ് അപ്പ് കൺസൾട്ടന്റ് ഞാൻ ആയി മാറേണ്ടി വരും. പുള്ളി ഇപ്പോൾ ഉള്ള ഇൻഡസ്ട്രിയിൽ സേഫാണ്. അതെ. അപ്പോൾ ഇതിലാദ്യം വേണ്ടത് നമ്മൾ അതിന് കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ മാക്സിമം ഞാൻ ചിലപ്പോൾ നോ ആയിരിക്കും പറയാം. ചിലപ്പോൾ അത് വളരെ സീരിയസ് ആയി ഒരു ടോപ്പിക് ഒരു ഹുക്കുള്ള സംഭവം കൊണ്ട് നമ്മുടെ അടുത്ത് വന്നാൽ ഉറപ്പായി അവരെ നമ്മൾ രക്ഷപ്പെടുത്തും. അവർ വരുന്ന അവരുടെ പൊസിഷൻ അവർ ഓൾറെഡി റിസർച്ച്ഡ് ആണ്. അതെ. അങ്ങനെ വരുന്നവർ ആവേശം കൊണ്ട് വരുന്നവർ, ഞാൻ പണ്ടും ആവേശം കൊണ്ട് കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും മൈഗ്രേറ്റ് ചെയ്യാൻ കുറേ ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ആ വാളെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. ആവേശം കഴിയുമ്പോൾ ഈ പരിപാടി ഇവർ ക്യാൻസൽ ചെയ്യും. അവസാനം കൺസൾട്ട് ചെയ്ത ഏജൻസിയാണ് പ്രശ്നക്കാരായി മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആവേശം കൊണ്ട് ആരും വരണ്ട. ആവേശമല്ല വേണ്ടത്, വിവേചനപൂർവ്വം നമ്മളെ സമീപിക്കുക. 100%. ഇതേ ഒരു കൺസൾട്ടൻ്റ് ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൊടുക്കുന്ന സർവീസ് ആക്ച്വലി ഓൺലൈൻ അല്ല, ഗ്രൗണ്ട് ലെവൽ വർക്കാണ്. നിങ്ങളോടൊപ്പം ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചിലർക്ക് ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവും. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എടുത്ത് കാണിക്കണം കേട്ടോ, കാരണം കുറച്ച് പലരും ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇവിടെ ഈ ചില വക്കീലുമാരുണ്ട്, അതായത് ഒരു കോടതി പോകത്തില്ല, ഇമിഗ്രേഷൻ റിക്രൂട്ട്മെന്റ് ടീമുകളുടെ സെറ്റിൽമെന്റ് എന്ന് നടക്കും. അവരുടെ ജോലി എന്ന് പറയുന്നത് ഭീമമായ ഈ റീഫണ്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ ഇവന്മാരൊരു വക്കീൽ ടീം ഉണ്ടാക്കിയെടുത്ത് കൊച്ചിയിലുണ്ട്. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും സ്റ്റഡി അബ്രോഡ് ടീമിനെ അപ്രോച്ച് ചെയ്യും. റീഫണ്ട് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ അതിൻ്റെ ഒരു രീതിയുണ്ട് ഇവർക്ക്. എന്നിട്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തിയപ്പോൾ ഒരു ക്ലയൻറ്റിന് കിട്ടേണ്ട 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു 30,000 രൂപ ഇവന്മാരും ഉണ്ട്. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വക്കീൽ, ഞാൻ എല്ലാ വക്കീലും കേരളത്തിലെ കുഴപ്പക്കാരാണെന്നല്ല, കോടതി പോവാതെ ഇങ്ങനെ സെറ്റിൽമെൻറ്റ് പറഞ്ഞ് നടക്കുന്ന ഒരു ടീം, അത് സ്റ്റഡി അബ്രോഡിൽ മാത്രം. ഇങ്ങനെയുള്ള കമ്പനികളെ ടാർഗറ്റ് ചെയ്ത് ഇവന്മാർ എന്താ ചെയ്യുന്നറിയോ, ആദ്യം ഒരു ഫ്ലാറ്ററി കമ്പനികൾ ഫ്ലാറ്റർ ചെയ്തിട്ട് അവരോട് പറയും, നിങ്ങളൊന്നും നോക്കേണ്ട, എല്ലാം ഞങ്ങളുണ്ട്. ഇവർക്ക് ചിലപ്പോൾ ചില ലീഗൽ ടീമുമായിട്ടൊക്കെ, ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ചില ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ പിടിയുണ്ടാവും. അവരോടൊക്കെ പോയിട്ട് ഇവരെന്ത് ചെയ്യും, ഒരു കോംപ്രമൈസ് ചെയ്തിട്ട് മുകളിൽ നിന്ന് വിളിപ്പിക്കും. അങ്ങനെ ആ ഇഷ്യൂ ഒക്കെ ഒന്ന് പരിഹരിച്ചു കൊടുക്കും. പക്ഷേ ഇവന്മാർ ഡേഞ്ചറാണ്, ഇവന്മാർ ഗോസ്റ്റുകളാണ്. ഇവന്മാരാണ് പല സ്റ്റഡി അബ്രോഡ് ഏജൻസികളെയും ഇന്ന് കുത്തുവാളേൽപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം പ്രോപ്പറായിട്ട് ഒരു 10,000 രൂപ കൊടുത്ത് റീഫണ്ട് കൊടുക്കേണ്ട കേസിൽ ഇവന്മാർ ഇടപെട്ടിട്ട് ആണ് ഇതുവരെ സ്റ്റഡി അബ്രോഡ് ഇവർ കണ്ടിട്ടില്ല. ഇവരുടെ ജോലി എന്താണെന്നറിയും, ഇവർ വക്കീലാന്ന് പറഞ്ഞ് ഈ പാവങ്ങളെ പറ്റിക്കുകയാണ്. ഇന്ന് പറഞ്ഞു പറ്റിക്കുന്ന ഒരു വലിയ ശൃംഖല. അത് കോട്ടിടാത്ത, കോടതി പോവാത്ത കുറേ വക്കീലന്മാർ ഇറങ്ങി സ്റ്റഡി അബ്രോഡ് റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ. അത് ഇവർ പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പറയും, ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവര് ഈ വലിയൊരു അങ്ങനെ വേണേ പറയാം, ഇത്തൽ കണ്ണികൾ. ഇവന്മാരെ സൂക്ഷിക്കണം. നിങ്ങൾ സ്റ്റഡി അബ്രോഡ് ഏജൻസി, നിങ്ങൾ ഒരു നല്ല വക്കീലിനെ നിങ്ങൾ തന്നെ അപ്പോയിന്റ് ചെയ്ത് റീഫണ്ട് ആണ് അത് കൊടുക്കുക, ക്യാൻസലേഷൻ ആണ് അതിന് പരിഹാരം ഉണ്ടാക്കുക. ഇവന്മാരെ നിങ്ങൾ ഈ ഡേഞ്ചേഴ്സ് ടീമിനെ നിങ്ങൾ പരിസരത്ത് അടുപ്പിക്കരുത്. പല സ്റ്റഡി അബ്രോഡ് ഏജൻസിയിലും ഇവന്മാർ അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ച് ആദ്യം ചെല്ലുന്നേ, വളരെ ഞങ്ങളിത് പരിഹരിച്ചു തരാൻ, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, ഞങ്ങൾ വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞ് കയറി ചെല്ലും. അവന്മാർ ആ സ്ഥാപനത്തെ ഇന്ന് നാശകോടാലിയാക്കി മാറ്റുന്നുണ്ട്. അത് 2 തരത്തിലും പ്രശ്നമാണ്. ക്ലയൻസിന് റീഫണ്ട് കിട്ടുന്നില്ല, ഇവന്മാരത് ഇല്ലീഗൽ ഇഷ്യൂസ് ആക്കും. ചിലർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പോയി പറഞ്ഞിട്ട് പോലും റീഫണ്ട് കൊടുക്കാതെ അവരെ ഒത്തുതീർപ്പ് വക്കീലെന്ന് അവന്മാരെ വിളിക്കേണ്ടത്. സോ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരിക്കലും അടുപ്പിക്കരുത്. സോ നിങ്ങളൊരു പ്രൊഫഷണൽ കൺസൾട്ടന്റിനെ ഏൽപ്പിക്കുക. അപ്പോൾ അതിനകത്ത് ഒത്തുതീർപ്പല്ല വേണ്ടത്. നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിന്റെ പരിഹാരമാവുന്നുള്ളൂ. അതെ, ഇവരെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിന് പരിഹാരം, നാളെ പ്രശ്നം വന്നാൽ ഇവർക്ക് കാശ് കിട്ടും. കാരണം ഇതിന്റെ 30% ഇവരെ കൊണ്ടുവന്നേ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ചിലപ്പോൾ ചില സ്റ്റഡി അബ്രോഡ് ഏജൻസികൾക്കൊക്കെ പോലീസ് കേസ് ഉണ്ടാവാറുണ്ട്.
നമ്മളവിടെ പാനിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജെന്യൂൻ ആണ്, നമ്മൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കൃത്യം ആ സ്റ്റേഷനിൽ പോയി അല്ലെങ്കിൽ നിങ്ങളൊരു റെപ്രസെൻറ്റേറ്റീവിനെ വിട്ടിട്ട് നിങ്ങൾ അവിടെ പോയി സംസാരിക്കുക. എന്താണ് പ്രശ്നം, നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് ക്രൈസിസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും പെട്ടുപോകുന്ന ക്രൈസിസ് മാനേജ്മെൻറ്റിന് വരുമ്പോൾ ഇവർ ഇതെങ്ങനെയും വൈൻഡപ്പ് അല്ല. എല്ലാ ബിസിനസ്സിലും ക്രൈസിസ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, അതിനെങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ലാസ്റ്റ് കൺസൾട്ടേഷൻ കൊടുത്ത ഒരു കമ്പനി ഞാൻ തെറ്റു പറയില്ല. എല്ലാവരും വളരെ പ്രൊഫഷണലായി ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓരോ ബിസിനസ്സിൽ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അവർ സക്സസ് ആവുന്നവരുണ്ട്, ഫെയിലിയർ ആവുന്നുണ്ട്. അപ്പം ഞാൻ സക്സസ് കണ്ടിട്ടുള്ള വന്ന് എക്സിറ്റ് ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ എക്സിറ്റ് ആയ സ്ഥാപനത്തെ പറ്റി ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു. ആ സ്ഥാപനം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവർക്കും ഫെയിലിയർ ഉണ്ട്, സക്സസ് ഉണ്ട്. ഈ പറയുന്ന പുതിയ പ്രോഗ്രാമുകൾ അവർ ആഡ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം എൻ്റെ ആ കൺസൾട്ടേഷനാണ് ഇന്ന് ഈ പറയുന്ന ഒരു പേഴ്സണലൈസ്ഡ് ഫ്രീലാൻസ് പോലെ എല്ലാവരിലും എത്തിക്കാൻ നമ്മുടെ ഈ ടീം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോയുടെ ഉദ്ദേശം സ്റ്റഡി അബ്രോഡ് രംഗത്തെ ഫൗണ്ടേഴ്സിനെ വളർത്തുക, എഡ്ടെക് മേഖലയിലുള്ളവരെ വളർത്തുക. നിങ്ങൾ ഇനി ഏതൊരു ഫൗണ്ടർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൗണ്ടർ ആണെങ്കിൽ, നിങ്ങൾ സ്കെയിലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫൗണ്ടർ ആണെങ്കിൽ, ഇല്ല നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, യു വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ. സോ ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് തരുന്നത് ഒരു വൈഡ് ഓപ്പണിംഗ് ആണ്, സക്സസ്സിലേക്കുള്ള ഒരു പാത്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡെറിവേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള ഉത്തരമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. സോ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നിടം വരെ ബൈ.